പുതിയ കൊറോണ വൈറസ് കാണാൻ വളരെ ചെറുതാണ്. ആളുകളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും പട്ടണങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണിലേക്കും ഇത് വ്യാപിക്കുന്നു. നമ്മിൽ ആർക്കും ഇത് പിടിപെട്ട് രോഗം വരാനും പടരാനും സാധ്യതയുണ്ട്. കൊറോണ വൈറസ് ബാധിച്ച ഒരാൾ ശ്വസിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ദശലക്ഷക്കണക്കിന് ദോഷകരമായ വൈറസുകളുള്ള ചെറിയ തുള്ളികൾ വായുവിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നു. നമ്മൾ അറിയാതെ അവ ശരീരത്തിൽ പ്രവേശിക്കുന്നു. നമ്മൾ അവ ശ്വസിക്കുന്നു. അവ നമ്മുടെ കയ്യിൽ പറ്റുന്നു. അവ നമ്മുടെ വായ, മൂക്ക്, കണ്ണുകൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകും. എന്നിട്ട് നാം നമ്മുടെ കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നു. ഈ രീതിയിൽ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മെ ബാധിക്കുകയും ചെയ്യുന്നു. കൊറോണ വൈറസ് ബാധിച്ച മിക്ക ആളുകൾക്കും കഠിനമായ അസുഖം വരില്ല. നമുക്ക് ഈ വൈറസ് ഉണ്ടാകാം, അതറിഞ്ഞെന്ന് വരില്ല. അത് മറ്റുള്ളവർക്കും അവർ കൂടുതൽ ആളുകളിലേക്കും എളുപ്പത്തിൽ കൈമാറുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പ്രദേശം മുഴുവനും രോഗം പിടിപെടും. അസുഖം ബാധിച്ച മിക്ക ആളുകളും സ്വയം സുഖം പ്രാപിക്കുന്നു. പക്ഷേ ചിലർ, പ്രത്യേകിച്ച് പ്രായമായവർ, ഇതിനകം രോഗങ്ങളുള്ള ആളുകൾ എന്നിവർക്ക് കൂടുതൽ അസുഖം വരാം, മരിക്കാം. ആളുകൾ പരസ്പരം അടുത്തിരിക്കുമ്പോൾ കൊറോണ വൈറസ് പടരുന്നു. സ്വയമായും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നതിന് നമ്മൾ ചുറ്റുമുള്ള തിരക്കേറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മാറി അകലം പാലിക്കുക. മാസ്ക് ധരിക്കുക. നമ്മുടെ കൈകൾ മുഖത്തുനിന്ന് അകറ്റി നിർത്തുക. കൈമുട്ട് വളച്ച് ചുമ അല്ലെങ്കിൽ തുമ്മൽ മറയ്ക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ നന്നായി കഴുകുക. സ്പർശിക്കുന്ന ഉപരിതലങ്ങൾ സുരക്ഷിതമാക്കാൻ അണുനാശിനി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക. ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ അമ്മയ്ക്ക് പനിയും ചുമയും ഉണ്ടായി. അവർ വളരെ ക്ഷീണിതയും അസ്വസ്ഥയുമായിരുന്നു. ഞങ്ങൾ നഴ്സിനെ വിളിച്ചു. എന്റെ അമ്മയ്ക്ക് കൊറോണ വൈറസ് ഉണ്ടാകാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ പട്ടണത്തിലെ കുറെ ആളുകൾ ഈ പുതിയ വൈറസ് ബാധിതരായിരുന്നു. പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ എന്റെ അമ്മയ്ക്ക് വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. ഞങ്ങളെ സുരക്ഷിതരാക്കാൻ അവർക്ക് മാസ്ക് ധരിച്ച് ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും. അതിനാൽ ഞങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ബാധിക്കില്ല. ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളും കൊണ്ടുവന്നു. ഞങ്ങൾ നിയമങ്ങൾ പാലിച്ചു. ഞങ്ങളുടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കി. ഉപരിതലങ്ങൾ അണുവിമുക്തമാക്കി. ഇടയ്ക്കിടെ കൈകഴുകി. ഞങ്ങൾ പരസ്പരം അകലം പാലിച്ചു. ശുദ്ധവായു ലഭിക്കാൻ ഞങ്ങൾ ജനലുകൾ തുറന്നു. ഞങ്ങൾ എന്റെ അമ്മയുടെ അടുത്തായിരിക്കുമ്പോഴെല്ലാം മാസ്ക് ധരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. എന്റെ അമ്മ സുഖം പ്രാപിച്ചു. ഇനി വൈറസിന് പടരാൻ കഴിയില്ല. ഞങ്ങൾ വീട്ടിൽ താമസിച്ച് 14 ദിവസം പൂർത്തിയാക്കി. സന്തോഷകരമായി ഞങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായി തുടരുന്നു. രോഗിയായ അമ്മയ്ക്കൊപ്പം ഞങ്ങൾ വീട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് പുറത്തു പോകുമ്പോൾ കൊറോണ വൈറസ് വ്യാപിക്കുന്നത് തടയാൻ സഹായിച്ചു. നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ പിന്തുടരാനും നിങ്ങളെയും കുടുംബത്തെയും കമ്മ്യൂണിറ്റിയെയും സുരക്ഷിതമായി സൂക്ഷിക്കാനും കഴിയും.